നമ്മുടെ കേരളം ഇപ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ശമ്പളമില്ല, പെൻഷനില്ല, എന്തിനു പറയുന്നു, സർക്കാരിന്റെ പല ഓഫീസുകളിലും കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ കാശില്ലാത്ത അവസ്ഥ. ഈ ദാരിദ്ര്യത്തിനിടയിലാണ് നമ്മുടെ സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു കണക്ക് ബോധിപ്പിച്ചത്. കേട്ടാൽ ആരും അന്തം വിട്ടുപോകും. നവകേരള സർവേ എന്ന് പേരിട്ട ഒരു പരിപാടിക്ക് വേണ്ടി സർക്കാർ ചിലവാക്കിയത് 13.4 കോടി രൂപ. അതും എപ്പോഴാണെന്നറിയാമോ? തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്. ജനങ്ങൾ ബൂത്തിൽ പോയി വോട്ട് ചെയ്ത് വിധി എഴുതി കഴിഞ്ഞു. എന്നിട്ടും സർക്കാർ ഈ 13 കോടിയുടെ കണക്കുമായി നടക്കുകയാണ്. 20 കോടി രൂപയായിരുന്നു ഈ സർവേക്ക് വേണ്ടി ആകെ അനുവദിച്ചിരുന്നത്. അതിൽ 13 കോടിയേ ആയുള്ളൂ എന്നത് വലിയൊരു ലാഭമായിട്ടാണ് സർക്കാർ കാണുന്നത്. ഖജനാവ് കാലിയാണെങ്കിലും പിണറായി സർക്കാരിന്റെ ഗമയ്ക്ക് ഒട്ടും കുറവില്ല. നമുക്കൊന്ന് പരിശോധിക്കാം എവിടെയൊക്കെയാണ് ഈ കോടികൾ ഒഴുകിയതെന്ന്. ആദ്യം തന്നെ ഈ ബ്രോഷറിന്റെ കാര്യം പറയാം. സാധാരണ നമ്മൾ കാണുന്ന 4 പേജിന്റെ ലഘുലേഖയല്ല ഇത്. കാരണം പ്രചാരണ ബ്രോഷറുകൾ തയ്യാറാക്കാൻ മാത്രം സർക്കാർ പൊടിച്ചത് 5.54 കോടി രൂപയാണ്. 5.5 കോടിയുടെ ബ്രോഷർ. ഒരു ബ്രോഷർ അച്ചടിക്കാൻ ഇത്രയും വലിയ തുക വേണമെങ്കിൽ അത് വെറും കടലാസല്ല, സ്വർണ്ണലിപിയിൽ അച്ചടിച്ച ചരിത്ര രേഖയാണെന്ന് വേണം കരുതാൻ. ഓരോ വീടിന്റെയും ഉമ്മറത്ത് ഈ 5.5 കോടിയുടെ വികസന ചരിത്രം എത്തിയപ്പോൾ ജനങ്ങൾ എന്തുമാത്രം ആവേശത്തിലായിട്ടുണ്ടാകും. പണമില്ലാതെ സർക്കാരിന്റെ പദ്ധതികൾ മുടങ്ങിക്കിടക്കുമ്പോൾ ആ പദ്ധതികളെ കുറിച്ച് വിവരിക്കാൻ 5.5 കോടി ചിലവാക്കുന്ന ഈ ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ടല്ലോ, അത് ലോകത്ത് വേറൊരു സർക്കാരിനും പഠിക്കാൻ കഴിയില്ല. ഡിജിറ്റൽ കേരളം എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. കാശ് കളയണമെങ്കിൽ ഇതുപോലെ പേപ്പറിൽ തന്നെ അച്ചടിക്കണം. അടുത്തതാണ് ഏറ്റവും വലിയ തമാശ. മുഖ്യമന്ത്രി പിണറായി വിജയൻ 95 ലക്ഷം വീടുകളിലേക്ക് അയച്ച കത്തുകൾക്കായി ചിലവാക്കിയത് 1 കോടി രൂപയാണ്. പ്രിയപ്പെട്ട വോട്ടർമാരോടുള്ള മുഖ്യമന്ത്രിയുടെ ആ ഒരു കടുത്ത സ്നേഹം അറിയിക്കാൻ 1 കോടി രൂപ എന്നത് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വെറും നിസാര തുകയായിരിക്കാം. പക്ഷേ കത്ത് കിട്ടിയ പാവപ്പെട്ടവർ ചോദിക്കുന്നത്, കത്ത് കിട്ടി സാറേ, പക്ഷേ പട്ടിണി മാറ്റാനുള്ള വഴി എവിടെ എന്നാണ്. കത്തയക്കാൻ 1 കോടി ഉണ്ടെങ്കിലും സാധാരണക്കാരന് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പണമില്ലാത്ത ഈ വൈരുദ്ധ്യത്തെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ ഒരു കത്തിന് 1 കോടി വില വരുമെങ്കിൽ അദ്ദേഹം നേരിട്ട് വന്നിരുന്നെങ്കിൽ ഖജനാവ് തന്നെ വിൽക്കേണ്ടി വരുമായിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി ഈ സർവേക്ക് വേണ്ടി വീടുകൾ കയറിയിറങ്ങിയ വോളണ്ടിയർമാരുടെ യാത്രാ ചെലവ് നോക്കൂ. 1.45 കോടി രൂപ. കുടുംബശ്രീ ചേച്ചിമാരും വോളണ്ടിയർമാരും ഓരോ വീട്ടിലും എത്തിയത് വല്ല പ്രത്യേക ലക്ഷറി വാഹനത്തിലാണോ എന്ന് തോന്നിപ്പോകും ഈ കണക്ക് കണ്ടാൽ. പോരാത്തതിന് BSNL വഴി മെസ്സേജ് അയക്കാനും പരിശീലനത്തിനുമായി ലക്ഷ്യങ്ങൾ വേറെയും. ഹൈക്കോടതി ഈ സർവേ അനാവശ്യമാണെന്ന് കണ്ട് ഫെബ്രുവരിയിൽ ചുവപ്പ് കാർഡ് കാണിച്ചപ്പോൾ അത് മാറ്റിച്ചെടുക്കാൻ സുപ്രീം കോടതി വരെ വിമാനം കയറിപ്പോയ ആവേശം ഒന്ന് കാണേണ്ടതായിരുന്നു. ലക്ഷങ്ങൾ വക്കീൽ ഫീസ് നൽകി സ്റ്റേ വാങ്ങിയ ആ ഒരു വാശി, ഖജനാവിലെ പണം ഇങ്ങനെ വെള്ളം പോലെ ഒഴുക്കാൻ കാണിക്കുന്ന ഈ ആവേശം കേരളത്തിന്റെ വികസനത്തിൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ജനം ഇന്ന് അനുഗ്രഹിച്ചേനെ. ഇനി എല്ലാത്തിനും ഉപരിയായി തുടക്കത്തിൽ ഈ ദൂർത്തിനെതിരെ വലിയ വായിൽ നിലവിളിച്ച പ്രതിപക്ഷം ഇപ്പോൾ എവിടെ പോയി? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അവരും മൗനവ്രതത്തിലാണ്. 95 ലക്ഷം വീടുകളിൽ കയറി ശേഖരിച്ച ഈ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്ന ഭരണ പരിഷ്കാരങ്ങൾക്ക് വെളിച്ചമാകുമെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ സത്യത്തിൽ വോട്ടർമാർ തങ്ങളുടെ വിധി ബാലറ്റ് പെട്ടിയിൽ ഭദ്രമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ എന്തിനായിരുന്നു ഈ 13 കോടിയുടെ പ്രകടനം? 13 കോടി രൂപ കൊണ്ട് എത്ര പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാമായിരുന്നു, എത്ര പേരുടെ ചികിത്സാ സഹായം നൽകാമായിരുന്നു എന്നൊന്നും സർക്കാർ ചിന്തിക്കുന്നില്ല. അവർക്ക് പ്രധാനം ഈ പ്രചാരണവും PR വർക്കുമാണ്. ഖജനാവ് കാലിയാണെങ്കിലും നമ്മുടെ സർക്കാരിന്റെ പവർ ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് ഈ 13 കോടിയുടെ കണക്ക് വിളിച്ചു പറയുകയാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ കണക്കുകൾ നാളെ എന്ത് മറുപടിയാണ് നൽകാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഒന്നുറപ്പാണ്, ഈ സർവേ റിപ്പോർട്ടുകൾ ഇനി സെക്രട്ടേറിയറ്റിലെ ഏതോ അലമാരയിൽ പൊടി പിടിച്ചിരിക്കുമെന്നല്ലാതെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ ഇതിന്റെ വല്ല ആവശ്യവും ഇപ്പോൾ ഉണ്ടായിരുന്നോ? ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി തങ്ങളുടെ വിധി രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നിട്ടും ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ 13 കോടി കളയുന്ന ഈ ഒരു സാമ്പത്തിക ശാസ്ത്രം ലോകത്ത് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? പണമില്ലെന്ന് പറഞ്ഞ് വിലപിക്കുന്ന അതേ നാവ് കൊണ്ടാണ് ഈ ദൂർത്തിനെ ന്യായീകരിക്കുന്നതും. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പണമില്ലെന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്നവർ ഇതേ സമയത്ത് നടത്തുന്ന മറ്റു ചില കാര്യങ്ങൾ നോക്കൂ. ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനും മന്ത്രിമാരുടെ വസതികൾ മോടി പിടിപ്പിക്കാനും ലക്ഷങ്ങൾ വക്കീൽ ഫീസ് നൽകി കോടതികളിൽ കേസുകൾ നടത്താനും സർക്കാരിന് യാതൊരു മടിയുമില്ല. ഹൈക്കോടതി ഈ സർവേ അനാവശ്യമാണെന്ന് പറഞ്ഞ് തടഞ്ഞപ്പോൾ അത് മാറ്റിച്ചെടുക്കാൻ സുപ്രീം കോടതി വരെ മറന്നുപോയ ആവേശം ഒന്ന് കാണേണ്ടതായിരുന്നു. അവിടെയും ലക്ഷങ്ങളാണ് വക്കീൽ ഫീസായി നൽകിയത്. ജനക്ഷേമം അളക്കാൻ കോടതി വരെ പോയി സ്റ്റേ വാങ്ങിയ ആ നിശ്ചയദാർഢ്യം ഖജനാവിലേക്ക് പണം കണ്ടെത്താൻ കൂടി ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ജനം അനുഗ്രഹിച്ചേനെ.
കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ കണ്ണു തള്ളിപ്പോകും. ഒരു വശത്ത് കേന്ദ്രം പണം തരുന്നില്ലെന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയി മുദ്രാവാക്യം വിളിക്കുന്ന സർക്കാർ, മറുവശത്ത് അതേ സർക്കാർ തന്നെ സ്വന്തം പരസ്യത്തിനും സർവേക്കും വേണ്ടി കോടികൾ ഒഴുക്കുന്നു. പണമില്ല എന്ന് കേന്ദ്രത്തോട് കരയുന്നവർക്ക് ഈ 13 കോടി എവിടുന്ന് കിട്ടിയെന്ന ചോദ്യം ഇപ്പോൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ആ കണക്കുകളിലേക്ക് ഒന്നുകൂടി നോക്കാം. ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ 5.5 കോടിയുടെ ബ്രോഷറുകൾ, ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നു? സാധാരണക്കാരന് വേണ്ടത് ബ്രോഷർ അല്ല, കൃത്യസമയത്ത് കിട്ടേണ്ട പെൻഷനും ശമ്പളവുമാണ്. 1 കോടി രൂപ ചെലവാക്കി മുഖ്യമന്ത്രി ഓരോ വീട്ടിലേക്കും കത്തയച്ചു. ഈ കത്ത് വായിച്ചാൽ വിശപ്പടങ്ങുമോ? ഖജനാവിൽ പണമില്ലാത്തത് കൊണ്ട് പല ക്ഷേമ പദ്ധതികളും നിർത്തിവെച്ചിരിക്കുന്ന സമയത്താണ് ഈ 1.5 കോടിയുടെ യാത്രാ ചെലവും കോടികളുടെ പരസ്യവും. ഹൈക്കോടതി ഇത് പാഴ്ചെലവാണെന്ന് പറഞ്ഞ് തടഞ്ഞപ്പോൾ ഈ സർക്കാർ കാണിച്ച ഒരു വാശിയുണ്ടല്ലോ, അത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെ എത്തിയേനെ? ലക്ഷങ്ങൾ വക്കീൽ ഫീസ് നൽകി സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി ഈ 13 കോടി ചെലവാക്കി കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞു. അതായത് വോട്ടർമാർ തങ്ങളുടെ അഭിപ്രായം ബാലറ്റ് പെട്ടിയിൽ കൃത്യമായി രേഖപ്പെടുത്തി. എന്നിട്ടും ഈ സർവേ റിപ്പോർട്ടുമായി സർക്കാർ നടക്കുന്നത് ആരെ കാണിക്കാനാണ്? യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളെ പരിഹസിക്കലാണ്. സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ വെള്ളം പോലെ ഒഴുക്കുന്നത് ഏത് തരം വികസനമാണ്? പണമില്ലെന്ന് പറഞ്ഞ് കരയുന്നവർ ആർഭാടത്തിന് മാത്രം പണം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വിവാദങ്ങൾക്കും കോടതി കയറ്റങ്ങൾക്കും ശേഷം ഈ 13 കോടിയുടെ കണക്ക് പുറത്തു വരുമ്പോൾ കേരളത്തിന്റെ അവസ്ഥയോർത്ത് ലജ്ജിക്കുകയല്ലാതെ മറ്റു വഴികളില്ല. ഇനി നമ്മുടെ കേരളത്തിന്റെ ധനമന്ത്രി KN ബാലഗോപാൽ സാറിനെ നിങ്ങൾക്കറിയാമല്ലോ. എപ്പോൾ മൈക്കിന് മുന്നിൽ വന്നാലും അദ്ദേഹം പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ: ഖജനാവ് കാലിയാണ്, കേന്ദ്രം പണം തരുന്നില്ല, കടമെടുക്കാൻ അനുവദിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കേരളം വലിയൊരു ദാരിദ്ര്യത്തിലാണെന്നാണ് അദ്ദേഹം നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ദാരിദ്ര്യത്തിനിടയിലും നമ്മുടെ മന്ത്രിയുടെ ഖജനാവിൽ ഒരു പ്രത്യേക അറ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം സ്വന്തം സർക്കാരിന്റെ പരസ്യത്തിനും സർവേക്കും പണം ആവശ്യമായി വരുമ്പോൾ മാത്രം ആ ഖജനാവ് പെട്ടെന്ന് നിറയും. 13.4 കോടി രൂപയാണ് ഒരു എളുപ്പവുമില്ലാതെ സർക്കാർ ഒരു സർവേക്ക് വേണ്ടി മാത്രം പൊടിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ പെൻഷൻ മാസങ്ങളായി മുടങ്ങിക്കിടക്കുമ്പോൾ താങ്കളുടെ പക്കൽ പണമില്ല. KSRTC ജീവനക്കാർ ശമ്പളമില്ലാതെ വലയുമ്പോഴും പണമില്ല. സർക്കാരിനെ വിശ്വസിച്ച് ജോലി ചെയ്ത കോൺട്രാക്ടർമാർക്ക് പണം നൽകാനില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു സർവേ നടത്താൻ പറഞ്ഞപ്പോൾ 5.5 കോടിയുടെ ബ്രോഷർ അടിക്കാനും 1.5 കോടിയുടെ യാത്രാ ചെലവ് നൽകാനും താങ്കൾക്ക് എവിടുന്ന് കിട്ടി ഇത്രയും പണം? കേന്ദ്രത്തോട് പിച്ചച്ചട്ടി എടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നവർ തന്നെ ആഡംബരത്തിന് വേണ്ടി ഇത്രയും കോടികൾ ഒഴുക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമല്ലേ? 5 കോടി രൂപയാണ് വെറും കടലാസ് അടിക്കാൻ ധനമന്ത്രി അനുവദിച്ചു കൊടുത്തത്. ഡിജിറ്റൽ യുഗത്തിൽ ഒരു ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അറിയിക്കാവുന്ന കാര്യങ്ങൾക്കായി 5.5 കോടിയുടെ പേപ്പർ അടിച്ചുകൂട്ടി. പോരാത്തതിന് മുഖ്യമന്ത്രിയുടെ ഓരോ സ്നേഹ കത്തുകൾക്കും ലക്ഷങ്ങൾ ചിലവാക്കി. പണമില്ലെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾക്കും സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തുന്ന മന്ത്രി ഈ 13 കോടിയുടെ കാര്യത്തിൽ മാത്രം എന്തിനാണ് ഇത്രയും വലിയ ഉദാരത കാണിച്ചത്? ഇത് ജനങ്ങളുടെ നികുതി പണമല്ലേ? പണമില്ലെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് നേരെ വിരൽ ചൂണ്ടുന്നവർക്ക് സ്വന്തം കസേര ഉറപ്പിക്കാൻ പണം കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് ഇപ്പൊ കേരളത്തിലെ അവസ്ഥ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.